ഇതൊന്നും ക്ലാസ്സിനില്ല. അതെ ക്ലാസ് കട്ട് ചെയ്ത് എന്തിന് ലീവാക്കി. തൃശ്ശൂർ പോകാൻ വേണ്ടി ക്ലാസ്സൊക്കെ ലീവാക്കി വന്നാണ് ഈ പെണ്ണ് കേട്ടോ. മക്കളെ എല്ലാവരും കണ്ടു. മടിച്ചല്ലേ? ഗുഡ് ഗേളാ? ആ ഗുഡ് ഗേളാട്ടാ. ഞങ്ങൾ നാളെ പോകും ക്ലാസ്സിൽ അല്ലേ? മറ്റന്നാൾ പോവില്ല. ഓക്കെ. അങ്ങനെ ഞങ്ങൾ ചായ കുടിക്കാൻ പറ്റിയ നല്ലൊരു സ്പോട്ട് ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞങ്ങൾ എടപ്പാളാണ്. എടപ്പാള് കഴിഞ്ഞ് ഇങ്ങനെ പോവാണ്. എടപ്പാള് കഴിഞ്ഞ് കുന്നംകുളം റൂട്ടിലാണ് ഞങ്ങൾക്കൊരു ചായൻ്റെ ഷോപ്പ് ഞങ്ങൾ ലാസ്റ്റ് കണ്ട്. അങ്ങനെ അവിടെ നിർത്തി ചായക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കട്ടെ. ഞാനൊരു ചെറിയ ചായ ഒരു സമൂസയാണ് ഓർഡർ ആക്കിയത്. മോൾക്ക് ചെറിയ കടമുട്ട അങ്ങനെ ചെറിയ സ്നാക്സാണ് ഞങ്ങൾ കഴിക്കുന്നത്. വല്ലാണ്ട് ഹെവി ഒന്നും കഴിക്കുന്നില്ല, കാരണം നമ്മൾ ലോങ് പോകണമല്ലേ. അപ്പോൾ ചെറുതായിട്ട് മതിയെന്ന് പറഞ്ഞു. പിന്നെ നമുക്ക് അവിടെ എത്തിയതിന് ശേഷം ഫുഡൊന്നും കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ തൃശ്ശൂർ എത്തിയതിന് ശേഷം ആദ്യം പോയത് തന്നെ അതാ ഈ ഒരു ഷോപ്പിലേക്കാണ്. ഇതവിടെ ഇതൊരു പേരെന്താ കറക്റ്റ് എനിക്കറിയാം. ഇവിടെ മക്കളെല്ലാവരും വന്നോളൂ. വെസ്റ്റേൺ വെയറിൻ്റെ അടിപൊളി ഒരു ഷോപ്പ് തന്നെ ഉണ്ട്. ഞാൻ അവിടെ നിന്ന് 3 ടോപ്പ് എടുത്ത്. അപ്പം ഒരു 100 റുപ്പീസ്, ഒരു ടോപ്പിന് 100 ഉള്ളൂ. എല്ലാം നല്ല ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ് വേണം, ധൈര്യമായിട്ട് നമുക്ക് വാങ്ങാം. ഒക്കെ എല്ലാവരും പോയി നോക്കുക. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയി. ഞങ്ങൾ പോയത് മൂസാസ് ബിരിയാണി, അടിപൊളി ഒരു ബിരിയാണിൻ്റെ ഒരു കടയാണ്. നല്ല ചിക്കൻ ബിരിയാണി, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. സൂപ്പറാണ്. പിന്നെ നമ്മൾ പോയത് ആനപ്പന്തിയിലാണ്. അപ്പോൾ ആനപ്പന്തിയിലെത്തി അവിടേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആനപ്പന്തി സിനിമക്ക് ആന കാണണം എന്നുള്ളൊരു ഇതുകൊണ്ടാണ് ഞങ്ങൾ ആനപ്പന്തിയിലെത്താൻ തന്നെ കാരണം. മക്കൾക്ക് ഭയങ്കര ഇഷ്ടമല്ല ആനയൊക്കെ. അങ്ങനെ വന്നതാണ്. ഇതിനുള്ളിൽ കയറിയപ്പോൾ മൊത്തത്തിൽ ഫുള്ള് ആന തന്നെയായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആനനെ. മോൾക്കും ഇഷ്ടമാണ്. അപ്പോൾ കാരണം ഞങ്ങൾ ഇങ്ങനെ പോയി കണ്ട് ആളിങ്ങനെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. ആനെ കണ്ടിട്ട് ഇങ്ങനെ നോക്കിയിരുന്നു. ആദ്യം തന്നെ ഭയങ്കര എക്സൈറ്റ് ആയിരുന്ന ആള്. അതാണ് ഈ ആന ഇങ്ങനെ ചെറിയ ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ ഇങ്ങനെ കളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ നമുക്ക് എന്തായാലും മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവുമല്ലോ. ഈ ആനൻ്റെ കളിയൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായി. ഇതൊക്കെ കണ്ട് ഞങ്ങളിങ്ങനെ നടന്ന് പോയപ്പോൾ വീണ്ടും ഒരുപാട് ആനകളെ കണ്ട്. അതിൻ്റെ ഉള്ളിൽ സത്യം പറഞ്ഞാൽ ഫുള്ള് ആനകളാണ്. ഉള്ളിലൊക്കെ തോനെ നിൽക്കുന്നുണ്ട്. പിന്നെ അവിടെ അപ്പുറത്തൊരാളുണ്ട്. ഇതിനൊക്കെ നിൽക്കാൻ വേണ്ടിയിട്ടൊക്കെ ഒരു പ്രത്യേക അതിനൊരു കൂട് പോലൊക്കെ സെറ്റാക്കിക്കുന്നത്. അതൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. സെലൂട്ടൊക്കെ അടിക്കുന്നത് വന്നറിഞ്ഞ സെലൂട്ടൊക്കെ അടിക്കുന്നത് ഒരു കുട്ടിയാന, കൊമ്പൊന്നും ഇല്ലാത്തൊരു കുട്ടിയാന. പിന്നെ സെൻവ ആനൻ്റെ മുന്നിൽ പോയിരുന്നു ചെറുതായിട്ട് ഇങ്ങനെ ഡാൻസ് കളിക്കുന്ന പോലെ കളിച്ചപ്പോൾ ആന ഇങ്ങനെ അതിനനുസരിച്ച് ഇങ്ങനെ കളിക്കുന്നുണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. ചെറിയൊരു കുട്ടിയാന ആന ഇങ്ങനെ സെലൂട്ടൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. അപ്പോൾ എല്ലാവരും ഒന്ന് പോയി നോക്കുക. ആനപ്പന്തിയിൽ പോയവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു, നിങ്ങൾ മക്കൾക്കൊക്കെ ഇഷ്ടമായെന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. നിൽക്കുന്ന വലിയൊരു ആന, വലിയ കൊമ്പൊക്കെയുള്ളൊരാന. നമ്മൾ ആനപ്പന്തി വന്നു, ആനനെ കണ്ടു. നമ്മളിവിടുന്ന് വീട്ടിലേക്ക് പോവാണ് ഗൈസ്. നമ്മളിവിടെ ചാവക്കാട് ബീച്ചിലെത്തിയിരിക്കുന്നു ഗൈസ്. ആനപ്പന്തി കണ്ട് നേരെ ചാവക്കാട് വരുന്ന വഴിയാണ്. അപ്പോൾ ഞങ്ങളിവിടെ ബീച്ചിലൊന്ന് കയറി ബീച്ചൊക്കെ ഒന്ന് കണ്ടിട്ട് പോവാൻ വിചാരിച്ചു. അങ്ങനെ വന്നതാണ്. ഒരുപാട് ആൾക്കാരുണ്ട് ഇവിടെ. കുറേ മീനൊക്കെ ആയിട്ട് കുറേ തോണിയൊക്കെ വരുന്നുണ്ട്. അവിടെ മറ്റേ ബ്രിഡ്ജൊക്കെ വന്നിരിക്കുന്നു. ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് തന്നെയല്ല അത്, അതൊക്കെ വന്നിരിക്കുന്നു അവിടെ. പിന്നെ നമ്മൾ എവിടെ പോയാലും ഞാൻ മിസ് ചെയ്യാത്തൊരു സാധനമാണ് ഉപ്പിലിട്ടത് എവിടെ ഉണ്ടോ അവിടെ ഞാൻ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് എന്തൊക്കെയാണ് ജന്മക്ക് നെല്ലിക്ക വാങ്ങി. ഞാൻ പിന്നെ ഓൾ ടൈം എൻ്റെ ഫേവറേറ്റ് മാങ്ങ വാങ്ങി. അതുപോലെ അവിടെ കുറേ ഉണ്ട്. മാങ്ങ ഉണ്ട്, പല ഐറ്റം. നെല്ലിക്ക ഉണ്ട്, ബീട്രൂട്ട് ഉണ്ട്, ക്യാരറ്റും വാങ്ങി. പക്ഷേ ക്യാരറ്റ് ടേസ്റ്റ് ഇല്ല, മാങ്ങയാണ് ടേസ്റ്റ് ഉള്ളത്. നെല്ലിക്ക എങ്ങനെ ഉണ്ടെന്ന് അറിയില്ല. സെൻവ കഴിച്ച് എന്തായാലും അടിപൊളിയായിരിക്കും. അങ്ങനെ നമ്മളിവിടുന്ന് റിട്ടേൺ അടിക്കുകയാണ് ഗൈസ്. അങ്ങനെ ബീച്ചൊക്കെ കണ്ട് നല്ല വൈബായി ഞങ്ങൾ ഇവിടുന്ന് പോവുകയാണ്. അപ്പോൾ ഓക്കെ, സി യു ഗൈസ്. നെക്സ്റ്റ് വീഡിയോയുമായി വീണ്ടും വരാം. അപ്പം നമ്മൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, സി യു ഗൈസ്. ബൈ ബൈ.